അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ദുറൂസിലെ സെക്കൻഡ് പാർട്ട് ദുറൂസിലെ ആദ്യത്തെ 10 പാഠത്തിൽ വരുന്ന അറബിയും അതിൻ്റെ അർത്ഥങ്ങളും. അധിക ആളുകൾക്കും പ്രയാസമുള്ള വിഷയമാണ് അറബിയും അതിൻ്റെ അർത്ഥവും പഠിക്കുക എന്നുള്ളത്. അപ്പോൾ അതൊന്നായിട്ട് ക്രോഡീകരിച്ചിട്ട് ഈ വീഡിയോയിൽ ഉസ്താദ് പറഞ്ഞു തരാണ്. 1ാമത്തെ പാഠം മുതൽ 10ാമത്തെ പാഠം വരെയുള്ള ഭാഗങ്ങൾ, അതിലുള്ള അറബിയും അതിൻ്റെ അർത്ഥങ്ങളും, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അല ഇന്ന ഔലിയ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ. അറിയുക, അല്ലാഹു തആലയുടെ ഔലിയാക്കൾക്ക് ഭയമോ ദുഃഖമോ ഇല്ല. യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന ദാലിക അദ്ന അയ്യുറഫ്ന. ശരീരമാകെ മറക്കുന്ന അയവുള്ള വസ്ത്രം ധരിക്കട്ടെ, അതാണ് അവരെ തിരിച്ചറിയാൻ നല്ലത്. ഇസ്തഖിർന ഫഇന്നഹു ലൈസ ലകുന്ന അൻ തഹ്ഖുഖ്ന ത്വരീഖ്. നിങ്ങൾ പുരുഷന്മാർക്ക് പിന്നിൽ നടക്കുക, വഴി മധ്യത്തിലൂടെ നടക്കരുത്, അരികിലൂടെ നടക്കുക. വ അഖ്റബു മാ യകൂനു മിൻ വജ്ഹി റബ്ബിഹ വഹിയ ഫീ ഖഅരി ബൈതിഹ. അവൾ അല്ലാഹുവിലേക്ക് ഏറ്റവും അടുക്കുന്നത് വീടിൻ്റെ ഉള്ളറയിലായിരിക്കുമ്പോഴാണ്. അൽ മർഅത്തു റായിയത്തുൻ ഫീ ബൈത്തി സൗജിഹ. സ്ത്രീ അവളുടെ ഭർത്താവിൻ്റെ വീട്ടിൽ ഭരണാധികാരിയാണ്. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അവ്വലുൽ അഇമ്മത്തിൽ അർബഅ. 4 ഇമാമുകളിൽ പ്രഥമനാണ് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. ഇതിൽ ഉസ്താദ് റെഡ് ഡേറ്റ് എഴുതിയിട്ടുള്ളത് തദ്രീബാത്ത് ഭാഗത്തിൽ പൂരിപ്പിക്കാൻ വന്ന ഭാഗങ്ങളാണ്. അപ്പോൾ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചു വെക്കുക. പൂരിപ്പിക്കാനുള്ളത് മാത്രം ഉസ്താദ് വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്, ഇത് കഴിഞ്ഞ ഉടനെ ഇൻഷാ അല്ലാഹ്. അല്ലാഹുമ്മ സബ്ബിത്ത് ഖുലൂബന അലാ ദീനിക്. അല്ലാഹുവേ, ഞങ്ങളുടെ കൽബിനെ നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണമേ. തുഹ്ബിത്തുൽ അഅ്മാൽ. ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി പറയാം. അതായത് ഇതൊക്കെ ഏത് പാഠത്തിലാണെന്നുള്ളത് നിങ്ങൾക്ക് ബുക്ക് നോക്കിയാൽ മനസ്സിലാവും. എന്നാൽ ഉസ്താദിൻ്റെ വക ഉസ്താദ് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ആ വിഷയങ്ങൾ പറഞ്ഞു തരാം. ആദ്യത്തെ മറിയം ബീവിൻ്റെ പാഠം ഉണ്ടല്ലോ, കറാമത്തിനെ പറ്റി പറയുന്ന ഭാഗം, അതിലാണ് ഈ അല ഇന്ന ഔലിയ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ എന്ന് പറയുന്നത്. 2ാമത്തെ പാഠം യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന എന്ന് പറഞ്ഞ പാഠം, ആ പാഠം അതിലാണ് അതിലൊരു ആയത്ത് പറയുന്നുണ്ട്. ആ ആയത്തിൻ്റെ ഭാഗമാണ് യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന എന്നുള്ളത്. ആ പാഠത്തിൽ തന്നെയാണ് ഇസ്തഖിർന ഫഇന്നഹു ലൈസ ലകുന്ന അൻ തഹ്ഖഖ്ന ത്വരീഖ് എന്നുള്ളത്. അതിൽ തന്നെ അതിൻ്റെ കുറച്ച് താഴെ ഭാഗത്തോ അഖ്റബു മാ യകൂനു മിൻ വജ്ഹി റബ്ബിഹ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഭാഗം അതിൽ തന്നെ ഉള്ളത്. അതിൻ്റെ പെട്ടിക്കോളമാണ് അൽ മർഅത്തു റായിയത്തുൻ ഫീ ബൈത്തി സൗജിഹ വഹിയ ഫീ ഖഅരി ബൈതിഹ എന്നുള്ളത്. 3ാമത്തെ പാഠത്തിലാണ് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അൽ ഇമാമുൽ അഅ്ലം എന്ന പാഠം. ആ പാഠത്തിലാണ് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിൻ്റെ പെട്ടിക്കോളാണ് ഇത്. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അവ്വലുൽ അഇമ്മത്തിൽ അർബഅ എന്നത്. അല്ലാഹുമ്മ സബ്ബിത്ത് ഖുലൂബന അലാ ദീനിക്. അല്ലാഹുവേ, ഞങ്ങളുടെ കൽബിനെ നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണമേ. ഇത് രിദ്ദത്തിൻ്റെ പാഠത്തിൻ്റെ പെട്ടിക്കോളമാണ്. തുഹ്ബിത്തുൽ അഅ്മാൽ, ആ പാഠത്തിൻ്റെ ഹെഡിങ് ആണ് തുഹ്ബിത്തുൽ അഅ്മാൽ എന്ന്. തുഹ്ബിത്തുൽ അഅ്മാൽ, എല്ലാ സൽക്കർമ്മങ്ങളെയും നശിപ്പിക്കും. രിദ്ദത്തിൻ്റെ പാഠത്തിൻ്റെ ഹെഡിങ് ആണ്. നൂറുല്ലാഹി തആല, അള്ളാഹുവിൻ്റെ പ്രകാശം, അത് ഇൽമിനെക്കുറിച്ച് പറഞ്ഞ പാഠത്തിൻ്റെ ഹെഡിങ് ആണ്. മൻ തഅല്ലമ ഇൽമൻ യൻതഫിഉ ബിഹി ഫിൽ ആഖിറതി യുരീദു ബിഹി അറളൻ മിനദ് ദുനിയ ലം യുരിഹ് റായിഹത്തൽ ജന്ന. പരലോകത്ത് ഉപകാരം ലഭിക്കേണ്ട അറിവ് ദുനിയാവിലെ നേട്ടം ആഗ്രഹിച്ചുകൊണ്ട് പഠിക്കുന്നവന് സ്വർഗത്തിൻ്റെ പരിമളം ലഭിക്കുകയില്ല. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഅ. അല്ലാഹുവേ, ഉപകാരമില്ലാത്ത അറിവിനെ തൊട്ട് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിച്ചതാണ്. ഇതൊക്കെ ഇൽമിൻ്റെ പാഠത്തിലുള്ളതാണ്. لا تغتبن أحدا فضلا عن العلماء ولو بسهو لما في لحمهم ضعف إن الضعاف متى ما كنت تأكله ولو بجهل جرى في نفسك التلف. നീ ആരെയും ഗീബത്ത് പറയരുത്, പണ്ഡിതന്മാരെ ഒരിക്കലും ഗീബത്ത് പറയരുത്, മറന്നുപോലും അങ്ങനെ വരരുത്. അവരുടെ മാംസത്തിൽ വിഷമുണ്ട്, മറന്ന് വിഷം കഴിച്ചാലും ശരീരത്തിന് നാശം സംഭവിക്കും. ഇതും അറിവിൻ്റെ പാഠത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. അൽ ഉലമാഉ വറസത്തുൽ അംബിയാ, നബിമാരുടെ അനന്തരാവകാശികളാണ് പണ്ഡിതന്മാർ. ഇത് ആ പാഠത്തിൻ്റെ പെട്ടികോളമാണ്. ആലിമുൽ മദീനത്തിൽ മുബശ്ശറു ബിഹി ഹുവൽ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. പരിശുദ്ധ മദീനയിലെ പ്രവചിത പണ്ഡിതൻ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ആണ്. ഇത് ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞ ഇമാമു ദാരിൽ ഹിജറ എന്ന പാഠത്തിൻ്റെ പെട്ടിക്കോളമാണ്. മാ അന അലൈഹി വ അസ്ഹാബി, എൻ്റെയും എൻ്റെ സ്വഹാബത്തിൻ്റെയും മാർഗം. ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുന്തും ലാ തഅലമൂൻ, നിങ്ങൾ പണ്ഡിതന്മാരോട് ചോദിക്കുക നിങ്ങൾക്കറിവില്ലെങ്കിൽ. ഇത് മാ അന അലൈഹി വ അസ്ഹാബി എന്ന പാഠത്തിൻ്റെ പെട്ടിക്കോളമാണ്. മിഫ്താഹു ത്വാഅ, ആരാധനകളുടെ താക്കോൽ. തൗബനെ കുറിച്ച് പറഞ്ഞ പാഠത്തിൻ്റെ ഹെഡിങ് ആണ്. അസ്സലവാത്തുൽ ഖംസു വൽ ജുമുഅത്തു ഇലൽ ജുമുഅത്തി കഫാറത്തുൽ ലിമാ ബൈനഹുന്ന. 5 വഖ്ത് നിസ്കാരങ്ങളും ജുമുഅകളും അവക്കിടയിലെ പാപങ്ങൾ പൊറുപ്പിക്കും. ഹുവത് തവ്വാബുർ റഹീം, അല്ലാഹു തആല വളരെ കൂടുതൽ തൗബ സ്വീകരിക്കുന്നവനും കരുണ ചെയ്യുന്നവനുമാണ്. ഇതും തൗബയെക്കുറിച്ചുള്ള പാഠത്തിലാണ് ഇതിന് രണ്ടുള്ളത്. ഉത്ലുബ് മതാബൻ ബിന്നദാമതി മുഖ്ലിഅ വബിഅസ്മി തർകി الذنب فيما استقبل وبراءة من كل حق الآدم ولهذه الأركان فرع وكملا. ഖേദത്തോടെയും ദോഷങ്ങളിൽ നിന്ന് വിരമിച്ച് ഭാവിയിൽ ദോഷം ചെയ്യില്ലെന്ന് ദൃഢനിശ്ചയം ചെയ്തും മനുഷ്യരുടെ എല്ലാ ഇടപാടുകളിൽ നിന്നും മോചനം നേടിയും ഈ റുക്നുകളെല്ലാം പൂർണ്ണമായി പാലിച്ചും നീ തൗബ ചെയ്യുക. ഇതാണ് 10 പാഠങ്ങളിൽ വരുന്ന അറബി മുഴുവൻ ഇപ്പം നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ ഒരു അറബിയും ഇതിൽ വിട്ടിട്ടില്ല. അപ്പോൾ എക്സാമിന് അധികം ആളുകൾക്കും ടഫായി തോന്നുന്ന ഒരു ഭാഗമാണ് ഈ അറബിയും അതിൻ്റെ അർത്ഥങ്ങളും. അതുകൊണ്ട് മക്കളെല്ലാം എന്ത് ചെയ്യുക, ശരിക്കും അറബിയും പഠിക്കണം, മലയാളവും പഠിക്കണം. ചില ആളുകൾ മലയാളം മാത്രം പഠിച്ചുകൊണ്ട് പോകും. അപ്പോൾ അറബി വരുമ്പോൾ ഏതാ എഴുതേണ്ടതെന്ന് പിടുത്തുണ്ടാവില്ല. അതുകൊണ്ട് ഇതിൽ വന്ന ഓരോ അറബി വാക്കുകളും അതുപോലെ തന്നെ അതിൻ്റെ ഹദീസുകളും അതുപോലെ തന്നെ ബൈത്തുകളും ഇതൊക്കെ പഠിക്കുക. അതിൻ്റെ പുറമെ അതിൻ്റെ അർത്ഥവും പഠിക്കുക. മാത്രമല്ല ഈ അറബി പഠിക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ പൂരിപ്പിക്കാൻ വരുന്ന സമയത്ത് ആ സമയത്ത് പൂരിപ്പിക്കേണ്ട അതിൻ്റെ ഇടയ്ക്കുള്ള ചില വാക്കുകളിൽ ചില കുട്ടികളൊക്കെ കുടുങ്ങി പോകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അറബിയും ശരിക്കും പഠിച്ചു വെക്കുക ഇൻഷാ അല്ലാഹ്. ഇതിൻ്റെ പുറകെ ഉസ്താദ് എന്ത് ചെയ്യും, ഈ 10 പാഠത്തിലുള്ള പൂരിപ്പിക്കാനുള്ള ഭാഗം അതും കൂടെ അപ്ലോഡ് ചെയ്യും ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ തുടർച്ചയായിട്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.